ഇനി നമുക്ക് കൊച്ചിയിലേക്ക് കൂടി പോകാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു കൂടി തുടരുന്നുണ്ട്. വിഷ്ണു, കൊച്ചിയെ സംബന്ധിച്ചോളം ആഘോഷങ്ങൾ അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു വൈബിലേക്ക് എത്തുന്ന ഒരിടമാണ്. അത് എല്ലാ തവണയും ഓണത്തിൻ്റെ നാളുകളിലൊക്കെ തന്നെ, ഇനിയുള്ള നാളുകളിലൊക്കെ എത്രത്തോളം തിരക്ക് കൊച്ചിയിൽ അനുഭവപ്പെടും? ഇപ്പോൾ വിഷ്ണു ഏത് സ്പോട്ടിലാണ് നിൽക്കുന്നത്? പ്രതീക്ഷ, നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറയിലാണ്. അതായത് അത്തം ആഘോഷം ആരംഭിക്കുന്ന, കേരളത്തിൻ്റെ തന്നെ ഓണാഘോഷത്തിനെ വരവേൽക്കുന്ന അത്തം ചമയ ഘോഷയാത്ര ആരംഭിക്കുന്ന തൃപ്പൂണിത്തുറയിലാണ് ഉള്ളത്. നമ്മളിവിടെ വരുന്ന വഴിയെല്ലാം വലിയ തിരക്കാണ്. റോഡിലും അതുപോലെ തന്നെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വലിയ തിരക്കാണ്. എറണാകുളം ബ്രോഡ്വേ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. നാളെ ഉത്രാടപ്പാച്ചിലാണ്. അതിന് മുമ്പേ തന്നെ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിനെ മറികടക്കാനായി കുറേ പേർ ഇന്ന് തന്നെ എത്തി. അങ്ങനെ വലിയ തിരക്ക് ഇന്ന് തൊട്ടേ ഇവിടെ എറണാകുളം നഗരത്തിൽ പൊതുവെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ അവിടെ കണ്ട മറ്റൊരു കാഴ്ച, ഇവിടെ തൃപ്പൂണിത്തുറയിലെ ബോയ്സ് ഹൈസ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ഒരു പച്ചക്കറികൾ ഇങ്ങനെ കൂട്ടം കൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി തിരക്കിയപ്പോൾ ഇവിടെ ഒരു പൾസ് ഓഫ് തൃപ്പൂണിത്തുറ എന്നുള്ള ഒരു സംഘടനയുണ്ട്. ആ സംഘടന 13 ടൺ പച്ചക്കറികൾ ഇവിടെ ഇറക്കി. അത് തുടർന്ന് 1500ഓളം വരുന്ന കുടുംബങ്ങൾക്ക്, അതായത് പല തരത്തിൽ ഈ ഓണത്തിന് സാമ്പത്തികമായും അതുപോലെ വിധവകളായിട്ടുള്ളവർ താമസിക്കുന്ന അങ്ങനത്തെ കുടുംബങ്ങൾ, അങ്ങനെ അവർ ഒരു കാറ്റഗറി കണ്ടെത്തി അങ്ങനെയുള്ള ആളുകൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ പച്ചക്കറികൾ കൊണ്ടുവന്ന് ആ പച്ചക്കറികൾ ഇപ്പോൾ പാക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ് ഇവിടെ നിൽക്കുന്നത്. ധാരാളമായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തി പച്ചക്കറി കവറിൽ വാങ്ങുന്നുണ്ട്. ഇത് ഇന്നിപ്പോൾ പാക്ക് ചെയ്ത് വയ്ക്കും. നാളെ ഇവിടെ വിപുലമായിട്ടുള്ളൊരു ഓണ ആഘോഷം നടത്തും. ആ ഓണാഘോഷത്തിന്റെ സമാപ്തിയായി ഈ അർഹതപ്പെട്ട ആളുകൾക്ക് ഈ ഒരു പച്ചക്കറി എത്തിക്കുക എന്നുള്ളതാണ് ഈ പൾസ് ഓഫ് തൃപ്പൂണിത്തുറ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇത് പോലീസ് ഉൾപ്പെടെയുള്ള ആ പോലീസിന്റെ അടക്കമുള്ള ഒരു സംവിധാനത്തിൽ, അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് പൾസ് ഓഫ് തൃപ്പൂണിത്തുറ. ഇവിടെ മുൻ ACP ആയിട്ടുള്ള കൊച്ചി സിറ്റി ACP ആയിട്ടുള്ള P. രാജ്കുമാറാണ് ഇന്നിപ്പോൾ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്.